ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുടനീളം അതുപോലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടമേ ഉണ്ടായിട്ടില്ല. 2016 BMC ടാർ ചെയ്ത റോഡുകൾ 0 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്തപ്പോൾ ഏറ്റവും പുതിയ ടാറിങ് ചെയ്തത് BMC ചെയ്തത് എല്ലാം കൂടെ കണക്കെല്ലാം എടുക്കുമ്പോൾ 80 റോഡുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണം ഇന്നടക്കമുള്ള കാര്യങ്ങൾ വോട്ടർമാരിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്നൊരു ഫീൽ എന്താണ്? എപ്പോഴും ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു അനുഭവമാണുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിനെ പിന്തുണയ്ക്കുന്നത്. പല വിധത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ UDF അടക്കമുണ്ട്. അത് അനുകൂല ഘടകമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടും, അതിനൊരു സംശയവുമില്ല. കാരണം ഈ വികസന തുടർച്ച അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യമാണ്, അനിവാര്യമാണ്, വിജയിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ പ്രചരണത്തിനിടയിൽ എവിടെന്നെങ്കിലും ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് വീണ ജോർജിനെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ്? നോക്കൂ, എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യമില്ലാതെ വേട്ടയാടി എന്നുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ ഈ 5 വർഷം വേട്ടയാടുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഏതോ കാലത്ത്, ഞാൻ അന്ന് മന്ത്രി പോലുമല്ല, അതൊരു കാലത്ത്, അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ആണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. കള്ളക്കേസിൽ കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തി, അഴിമതി ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി, അതാണ് ട്രാപ്പ്. അങ്ങനെയുള്ള അതൊക്കെ എന്തൊരു കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് കൂടാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, വീട്ടിൽ റീത്ത് വെക്കുക, അതിനുശേഷം പറയാണ് അവളുടെ മുഖം കറുപ്പിക്കും എന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയണം. ഇത് ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളത്, ഒരു വേട്ടയാടൽ, അത്ര ശക്തമായൊരു വേട്ടയാടൽ നടന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ നല്ല പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. അത് വളരെ കൃത്യമായി. അവസാനമായിട്ട് പ്രതികൂല കാലാവസ്ഥയാണ്, നല്ല വെയിലും ചൂടും ഒക്കെയാണ്, വേർക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേർക്കേണ്ടി വരുമോ? കാലാവസ്ഥയുടെ കാര്യമല്ല ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വേർപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവില്ല. നല്ല വിജയം നേടും. ആറന്മുളയിൽ വളരെ മികച്ച വിജയം നേടും. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വികസനവും ജനക്ഷേമവുമാണ് ഉള്ളത്. ഇപ്പോൾ 500 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശിക എന്നുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് 2000 രൂപ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം. തീർച്ചയായിട്ടും അതിൽ നമ്മൾ കാണേണ്ടത് എന്താ, പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാണ് പോകുന്നത് ഇടതുപക്ഷം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തം. അത് തീർച്ചയായിട്ടും അത് ചെയ്യും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ. വീണ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്, മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വീണ ജോർജ് പറയുകയും ചെയ്യുന്നത്.